ഞാനാണ് നിങ്ങളിൽ നിന്ന് പഠിച്ചത് ജോലിയുടെ അർത്ഥം എന്താണ്. നമ്മളെ ഉയർത്തുന്ന ജോലി. മുമ്പ് എനിക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. എന്റെ പശ്ചാത്തലം ഫുഡ് ടെക്നോളജിയിലാണ്. ഞാൻ ബിടെക്കും എംടെക്കും പൂർത്തിയാക്കി. നിങ്ങളുടെ കാരണം കൊണ്ടാണ് ഡയറി, മാംസം പോലുള്ള വ്യവസായങ്ങളിൽ ജോലി ചെയ്യരുത് എന്ന് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ അത്തരം കമ്പനികളിൽ, അത് മദ്യമാവട്ടെ പാനീയങ്ങളാവട്ടെ, ജോയിൻ ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി സോസുകളും ഗ്രേവികളും ഉണ്ടാക്കുന്നതാണ്. അത് വെജിറ്റേറിയൻ വിഭാഗത്തിലും പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉപഭോക്താക്കളെ നോക്കുമ്പോൾ അതിന്റെ ഉപയോഗം നോൺ വെജിലാണ് കൂടുതലായി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം കുറ്റബോധം തോന്നുന്നു. ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ പോകാൻ അനുവദിക്കൂ. കുറ്റബോധവും പോയിക്കൊള്ളും. അതായത് ഇപ്പോൾ പുതിയതായതുകൊണ്ടാണ് കുറ്റബോധം തോന്നുന്നത്. കൂടുതൽ അനുഭവസമ്പന്നരായ ആളുകളോട് ചോദിച്ചു നോക്കൂ, പിന്നെ കുറ്റബോധം ഉണ്ടാകുമോ എന്ന്. ഒരു കുറ്റബോധവും ബാക്കിയുണ്ടാവില്ല, അതും പോകും. നിങ്ങൾ നിങ്ങളുടെ സംഭാഷണം തുടങ്ങിയതു തന്നെ ഞാൻ ഫുഡ് ടെക്നോളജിയിൽ എംടെക്കും ബിടെക്കും കഴിഞ്ഞയാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എൻ്റെ ബിടെക് ടെക്നോളജിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ, ഞാൻ ആദ്യം ഫിനാൻസിലാണ് ജോലി ചെയ്തത്, പിന്നെ സ്ട്രാറ്റജിയിൽ ജോലി ചെയ്തു, ഓപ്പറേഷൻസിൽ ജോലി ചെയ്തു എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ഈ ഫൗണ്ടേഷൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ UPSC ക്ലിയർ ചെയ്തതാണ്, ഞാൻ റെയിൽവേയിലായിരിക്കേണ്ടവനായിരുന്നു. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ പവിത്രവും ലംഘിക്കാനാവാത്തതുമായി കരുതിയാണ് തുടങ്ങുന്നത്. നിങ്ങൾ പറയുന്നു, ഞാൻ ഫുഡ് ടെക്നോളജിയിൽ എംടെക് ബിടെക് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതൊരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു നിത്യസത്യമായി മാറി. അതിനിനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്രയും വലിയ ഒരു നിബന്ധന വെച്ചതിനു ശേഷം നിങ്ങൾ പറയുന്നു, ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു, കാരണം ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം മാംസ വ്യവസായത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന്. ഇത്രയും വലിയ നിബന്ധനകൾ വെച്ച് ജീവിതം ജീവിക്കാൻ കഴിയില്ല. ഞാനും അങ്ങനെ പറഞ്ഞേനെ, UPSC കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ പിന്നെ എന്തിനാണ് വേറെ എന്തെങ്കിലും ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാനും സോഫ്റ്റ്വെയറിലാണ് തുടങ്ങിയത്, അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയറിൽ തന്നെ തുടരണം. അത് അന്ന് പുതിയതായിരുന്നു, സൺറൈസ് സെക്ടർ ആയിരുന്നു സോഫ്റ്റ്വെയർ. ഇല്ലെങ്കിൽ ഞാനും പുറത്തു പോകുമായിരുന്നു, കാരണം ഞാൻ ടെക്നോളജിയുടെ ആളാണ്. ജോലിയെടുത്തത് സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ജോലി ചെയ്യേണ്ടി വരും അല്ലേ? അവിടെ തന്നെ ജോലി ചെയ്യേണ്ടി വരും അല്ലേ? നിങ്ങൾ ഇത്രയും വലിയ നിബന്ധനകൾ വെച്ചതിന് ശേഷം ആ നിബന്ധനകൾ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നു. ഈ നിബന്ധനകളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഉത്തരവും തരാൻ കഴിയില്ല.